നമുക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ സാമുൽ സാർ പറഞ്ഞ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തില് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കാത്തിരുന്നൊരു സംഭവം എന്താ പറയാ, നിമിഷപ്രിയയുടെ കേസിന്റെ വധശിക്ഷ നടപ്പാക്കുന്നുള്ള ആ ഒരു ഭാഗമായിട്ട് നാളെ എന്നുള്ള ആ ഡേറ്റിൽ നിന്ന് ആ ഒരു മാറ്റം വരുത്തി എന്ന് മരവിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു കടമ്പ നമ്മൾ തൽക്കാലത്തേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പോൾ തലാലിന്റെ വീട്ടുകാരുമായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു ഭാഗം കൂടെയൊക്കെ വരട്ടെ. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പരിണത ഫലമാണ് ഇന്നിപ്പോ ഈ നിമിഷം നമ്മളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഇനിയുള്ള തുടർ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് നടക്കും. അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് എല്ലാവരും ഇതിനകത്ത് നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാരും, അതുകൂടെ നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട്, അവരും അതുപോലെ തന്നെ ഒത്തിരി പേര് പ്രയറുകളും. അതിനൊക്കെ ഒരു ഫലം വരുമെന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നിമിഷയ്ക്ക് ഒരു ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണ്. എന്റെ ധൈര്യമാണ് അവളുടെ പിടിച്ചു നിൽപ്പ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് അവരൊക്കെ പെട്ടെന്ന് സങ്കടങ്ങൾ വരും. എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ പോലും എല്ലാവരും ചിരിച്ചു കളിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഈ സങ്കടങ്ങളെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇവർക്കൊക്കെ കെയർ കൊടുക്കണേ.